ഹായ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ കുറേ ക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, ദുബായിൽ വന്നു കഴിഞ്ഞാൽ നേഴ്സസിന് പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ള കാര്യം. അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കുറച്ച് ടൈം എടുക്കും, പക്ഷേ അതിൻ്റെ ടൈം ഫ്രെയിം പറയാൻ പറ്റുമോ ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് ടൈം എടുക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമാണ് ജോലി കിട്ടാൻ. എന്ന് വെച്ചാൽ ഫ്രഷേഴ്സിന് ജോലി കിട്ടില്ല എന്നല്ല കേട്ടോ, ഫ്രഷേഴ്സിനെ ജോലിക്ക് എടുക്കാറുണ്ട്. ഞാനിവിടുത്തെ വന്ന ടൈമിൽ എനിക്ക് ദുബായ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് ജോലി വിത്തിൻ 2 months കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല, ടൈം എടുക്കും. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ക്വയറി മെയിൽ നേഴ്സസിൻ്റെ വേക്കൻസിയെ കുറിച്ചായിരുന്നു. ദുബായ് ഒരു അറബ് കൺട്രി ആയതുകൊണ്ട് തന്നെ മെയിൽ നേഴ്സസിന് ജോലിക്ക് എടുക്കില്ല എന്നുള്ള ഒരു രീതിയിൽ എനിക്കൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ, മെയിൽ നേഴ്സസിനെ എടുക്കും. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിൽ മെയിൽ നേഴ്സസ് തന്നെ എടുക്കാറുണ്ട്. ICU, ER അവിടെയൊക്കെ മെയിൽ നേഴ്സസിനെ എടുക്കാറുണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സാലറിയുടെ കാര്യം. സാലറീനെ പറ്റി പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെ ഒരുവിധ ഹോസ്പിറ്റൽസൊക്കെ 7,000 AED സ്റ്റാർട്ടിങ് കൊടുക്കാറുണ്ട്. പിന്നെ വാർഡൊക്കെ ആണെങ്കിൽ കുറച്ച് കുറയും. പിന്നെ ഡിപ്പെൻസ് ഓൺ ഹോസ്പിറ്റൽ പോളിസി. ചില ഹോസ്പിറ്റൽസ് നല്ല സാലറി കൊടുക്കുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്, ചില ഹോസ്പിറ്റൽസ് സാലറീസ് കുറവ് കൊടുക്കുന്നതുണ്ട്. സോ നമ്മൾ ഹോസ്പിറ്റൽസൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത സാലറി നമുക്ക് ജോലി കിട്ടും. സോ ദുബായിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ കുറച്ചൊരു ക്ഷമ കാണിച്ചിട്ട് വരിക. ഉറപ്പായിട്ടും ജോലി കിട്ടും, പക്ഷേ ടൈം ഫ്രെയിം നമുക്ക് പറയാൻ പറ്റില്ല. കീപ്പ് ഓൺ അപ്ലൈ. എപ്പോഴായാലും നമുക്ക് ജോലി കിട്ടും, കിട്ടാതിരിക്കില്ല. പക്ഷേ അതിനുള്ളൊരു ക്ഷമ നമുക്ക് വേണം. പെട്ടെന്ന് വന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ശരിയാവില്ല. വന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടൈം എടുത്താൽ നമുക്ക് ജോലി കിട്ടും. സോ ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നല്ല പേഷ്യൻസോട് കൂടെ വരാതിരിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.